ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സാംസങ്ങിന്റെ ഒരു സ്പെഷ്യൽ ബോക്സ് വന്നിരിക്കുകയാണ്. ഓസം പ്രതാപ് ജി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല, നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഓസം പ്രതാപ് ജിയെ ഓസമായിട്ട് തന്നെ അങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി വെക്കാം. ബോക്സ് ഇതാ ഓപ്പൺ ചെയ്യാണ്. A55 35 എന്നൊക്കെ കാണിക്കുന്നുണ്ട്. മുകളിൽ ഒരു ലെറ്റർ ഉണ്ട്. ഗെറ്റ് റെഡി ടു ലെവലപ്പ് യുവർ ഓസം വിത്ത് ന്യൂ ഗാലക്സി A55 A35. സോ അപ്പോൾ അതിന്റെ ഒരു പാക്കാണ് നമുക്ക് കിട്ടിയത്. അത് ബോക്സ് നമ്മൾ കണ്ടപ്പോഴും മനസ്സിലായി. ഫോണുകൾ നമുക്ക് കയ്യിലോട്ട് എടുക്കാം. ബോക്സ് അങ്ങോട്ട് മാറ്റി വെക്കാം. 3 ഐറ്റമാണ്. 35 53 സൈഡിലിരിക്കട്ടെ. A55ന്റെ മെയിൻ അൺബോക്സിംഗ് നമുക്ക് ഇതാ ഇവിടെ നടത്താം. 35 സൈഡിൽ അൺബോക്സിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ A55 നമ്മൾ ഓപ്പൺ ചെയ്ത് കയ്യിലോട്ട് എടുത്തിരിക്കുകയാണ്. A35 നമ്മുടെ കയ്യിലേക്ക് വന്നിട്ടുണ്ട്. 53 നമുക്ക് ലാസ്റ്റ് ഓപ്പൺ ചെയ്യാം. അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതാണ് സാംസങ്ങിന്റെ ഗാലക്സി A55, ഇതാണ് A35. രണ്ടും കാണാൻ ഏറെക്കുറെ സെയിം ആണല്ലേ. സാംസങ്ങിന്റെ A സീരീസ് ആണ് അവരുടെ മോസ്റ്റ് സെല്ലിംഗ് സ്മാർട്ട് ഫോൺ സീരീസ് എന്നുള്ളതാണ് സത്യാവസ്ഥ. എന്തായാലും അതിൽ ഏറ്റവും പുതിയ അംഗങ്ങളാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. രണ്ടും ഗ്ലാസ് ബാക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഐക്കോണിക് ആയിട്ടുള്ള അവരുടെ ആ ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. രണ്ടിലും ഫ്ലാറ്റ് ഡിസൈൻ ആണ്. സൈഡിൽ കംപ്ലീറ്റ് ഫ്ലാറ്റ് ആക്കി കൂടുതൽ ബോക്സി ഷേപ്പിലേക്ക് ഫോണിനെ മാറ്റിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഒപ്പം തന്നെ കീ ഐലൻഡ് എന്ന് പറയുന്ന സംവിധാനം, അതായത് ഇതിന്റെ സൈഡിലത്തെ ഈ ഒരു കട്ടിംഗ് ഉണ്ട്. കീ ഒക്കെ വെച്ചിരിക്കുന്ന ഭാഗം മാത്രം ഉയർന്നു നിൽക്കും. ഇതാണ് കീ ഐലൻഡ് എന്ന് പറയുന്ന സാംസങ്ങിന്റെ ഡിസൈൻ. അപ്പോൾ അത് ഇത് രണ്ടിലും കാണാം. രണ്ടിലും ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസ് ആണ് ഫ്രണ്ടിലും ബാക്കിലും ഉപയോഗിക്കുന്നത്. IP67 റേറ്റിംഗ് രണ്ടിലും വരുന്നുണ്ട്. സോ മൊത്തത്തിൽ ഈ ഒരു ഫോൺ മെറ്റൽ ഫ്രെയിം, ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസ്, IP67 എല്ലാം കൂടി ചേർത്തുകൊണ്ട് മോസ്റ്റ് ഡ്യൂറബിൾ ഫോൺ ഇൻ ദ സെഗ്മെന്റ് എന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഒരു വ്യത്യാസം വരുന്നത് ഇതിൽ A55ൽ മെറ്റൽ ഫ്രെയിം ആണ്. ബ്രഷ്ഡ് മെറ്റൽ, ഒരു ബ്രഷ്ഡ് ഫീൽ തരുന്ന തരത്തിലുള്ള മെറ്റൽ ഫ്രെയിം ആണ് കൊടുത്തിരിക്കുന്നത്. സോ അത് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. എന്തായാലും രണ്ടും കാണാൻ ഒരുപോലെയാണ്. താഴെയൊക്കെ സ്പീക്കർ ഗ്രില്ല്, അതേപോലെ മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ, ലെഫ്റ്റ് സൈഡിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ടോപ്പിലാണെങ്കിൽ സിം സ്ലോട്ടും നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോണും. ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. 2 സിം അല്ലെങ്കിൽ ഒരു സിം മെമ്മറി കാർഡ് എന്ന രീതിയിൽ ഉപയോഗിക്കാം. 1 TB വരെ എക്സ്പാൻഡ് ചെയ്യാം. പിന്നെ A55ൽ ഈ സിം കൂടി സപ്പോർട്ട് ചെയ്യുന്നുള്ളത് ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ് ആണ്. ഫ്രണ്ടിൽ രണ്ടിലും പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പ് ആണ്. പിന്നെ പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ പ്രത്യേകം പറയണം, കാരണം A34 ഡ്രോപ്പ് നോച്ച് ഡിസൈൻ ആയിരുന്നു. ഇവിടെ അത് പഞ്ച് ഹോൾ ആക്കി മാറ്റിയിരിക്കുന്നു. സോ ഒരു അപ്ഗ്രേഡ് എന്ന് തീർച്ചയായിട്ടും പറയാം. ഈ രണ്ട് മോഡലുകളും 3 കളറിലാണ് വരുന്നത്. ഐസ് ബ്ലൂ, അതേപോലെ നേവി, ലിലാക്ക്, ഇങ്ങനെ 3 കളറിൽ വരുന്നുണ്ട്. ഇഷ്ടമുള്ള നോക്കിയിട്ട് ചൂസ് ചെയ്യാം. പിന്നെ രണ്ടിലും 5000 mAh ബാറ്ററിയും 25 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതും സെയിം ആണ്. പിന്നെ ഈ ഫോണുകളുടെ ഏറ്റവും ഒരു പ്രത്യേകത, സാംസങ്ങിന്റെ ഫോൺ എന്ന് പറയുമ്പോൾ നല്ല ക്യാമറ ഉണ്ടാവും നമുക്കറിയാം. ക്യാമറയുടെ കാര്യം ആദ്യം തന്നെ കാണിക്കാം. കുറച്ച് സാമ്പിളുകൾ ഇവിടെ കാണാം. A55ൽ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയും 12 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയും 5 മെഗാപിക്സലിന്റെ മാക്രോ സെൻസറുമാണ് വരുന്നത്. ഫ്രണ്ടിൽ 32 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയുണ്ട്. A35 ആകുമ്പോൾ വൈഡ് ആംഗിൾ ക്യാമറ 8 മെഗാപിക്സലേ ഉള്ളൂ, സെൽഫി ക്യാമറ 13 മെഗാപിക്സലേ ഉള്ളൂ. ഇതാണ് വ്യത്യാസം. സാമ്പിളുകൾ നിങ്ങളിവിടെ കാണുന്നുണ്ടാവും. A55ന്റെ അടിപൊളി ഇമേജുകൾ തന്നെയാണ് കിട്ടുന്നത്. A35ലും ഏറെക്കുറെ ഇതുപോലത്തെ നല്ല ഇമേജുകൾ തന്നെയാണ് കിട്ടുന്നത്. സോ ക്യാമറ ക്വാളിറ്റിയിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ യാതൊരു ഇഷ്യൂസും കാണുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഡേ ലൈറ്റിലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലും എടുത്ത എല്ലാ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക. അത്യാവശ്യം നല്ല സെറ്റപ്പ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഈ ഫോട്ടോസിന് പുറമെ ഒരുപാട് നല്ല നല്ല ഫീച്ചേഴ്സ് ഇവരുടെ ഫോണുകൾ ഉണ്ടാവാറുണ്ട്. ഇത്തവണയും അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ A55നെ മുൻനിർത്തി കാണിക്കാം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കുറച്ച് ഫീച്ചേഴ്സ് എന്നുള്ളത്. ഇമേജ് റീമാസ്റ്റർ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ജസ്റ്റ് ഒത്തിരി ക്വാളിറ്റി കുറഞ്ഞ ഇമേജ് ഒക്കെ ആണെങ്കിൽ ഈ റീമാസ്റ്റർ കൊടുത്താൽ കുറച്ചും കൂടി ക്വാളിറ്റി കൂട്ടി കാണിക്കും. പിന്നെ ഒബ്ജക്റ്റ് ഇറേസർ, ബാക്ക്ഗ്രൗണ്ടിലൊക്കെ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് കളയണമെന്നുണ്ടെങ്കിൽ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് റിമൂവ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് റിമൂവ് ആയി പോക്കോളും. പിന്നെ ഇമേജ് ക്ലിപ്പർ, ഒരു ഇമേജിൽ നിന്ന് ഏതെങ്കിലും ഒരു പോർഷനൊക്കെ ഒന്ന് അടർത്തി മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഈസി ആയിട്ട് ഇമേജ് ക്ലിപ്പർ എന്ന സംവിധാനത്തിലൂടെ മാറ്റിയെടുക്കാവുന്നതാണ്. സ്റ്റിക്കറാക്കിയൊക്കെ മാറ്റാം. പിന്നെ വീഡിയോ സ്ലോ മോഷനും മറ്റൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഒരു പരിധി വരെ നമുക്ക് ഇതിന്റെ വീഡിയോ ഈ ഗാലറിയിൽ തന്നെ എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സ്പീഡ്, അഡ്ജസ്റ്റ് സ്പീഡ് എന്നുള്ളത് കാണാം. അത് വെച്ചുകൊണ്ട് നമുക്ക് വീഡിയോയുടെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ക്യാമറ കൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന നേരത്ത് ഓട്ടോ ഫ്രെയിമിംഗ് ഫീച്ചർ ഉണ്ട്. നമ്മൾ ഒരു സബ്ജക്റ്റിൽ നിന്ന് ക്യാമറ അങ്ങോട്ടൊക്കെ മാറിപ്പോയാലും സൂമും സൂം ഔട്ടും ചെയ്തുകൊണ്ട് ആ ഒബ്ജക്റ്റിനെ സെന്ററിലേക്ക് തന്നെ കൊണ്ടുവരുന്ന ഒരു സംവിധാനവും ഇതിനകത്ത് വരുന്നുണ്ട് ക്യാമറയുടെ ഭാഗത്ത്. പിന്നെ സൂപ്പർ HDR വീഡിയോയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫുൾ HDയിലൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് HDR ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. സോ ഇങ്ങനെ കുറേയധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിന്റെ ക്യാമറയുടെ ഭാഗത്ത് വരുന്നുണ്ട്. ഒപ്പം തന്നെ ക്യാമറ സാമ്പിളുകൾ ഞാനിവിടെ ഒരുപാട് കാണിച്ചു. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. ഇഷ്ടപ്പെട്ടോ നോക്കുക, ഇഷ്ടമായെങ്കിൽ ചൂസ് ചെയ്യാം. ഇനി ഇതിന്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ Exynos 1480 എന്ന പ്രോസറാണ് A55ൽ വരുന്നത്. 1380 ആണ് A35ൽ വരുന്നത്. പെർഫോമൻസിൽ വലിയ പ്രശ്നമൊന്നുമില്ല. രണ്ടും ഒരുപോലെ സ്മൂത്ത് ആയ പെർഫോമൻസ് തരുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു സീരീസ് ഫോൺ എടുത്തുകൊണ്ട് ഗെയിം കളിക്കാനൊന്നും പോകില്ല എന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം ഗെയിമും കളിക്കാൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. എങ്കിലും അതല്ലാണ്ട് സാധാരണ യൂസിനാണ് ഞാൻ കൂടുതലും ഈ ഒരു ഫോൺ സജസ്റ്റ് ചെയ്യുക. അടിപൊളിയാണ്, യാതൊരു വിഷയമില്ല, സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ പെർഫോമൻസ് പരമായിട്ട് വേറെ തകരാറുകളൊന്നും ഇല്ലാത്ത 2 ഫോണുകളാണ്. നമുക്ക് സാധാരണ യൂസിന് അടിപൊളിയാണ്. ഇനി ഇതിന്റെ റാം ആൻഡ് സ്റ്റോറേജ് വരെ നോക്കിയാൽ 8GB റാം 128GB സ്റ്റോറേജ്, 8GB റാം 256GB സ്റ്റോറേജ്. രണ്ടിലും ഈ 2 വേരിയന്റുകൾ വരുന്നുണ്ട്. കഴിഞ്ഞ വർഷവും ഇതൊക്കെ തന്നെയായിരുന്നു. എന്നാൽ ഈ വർഷം ഒരു അപ്ഗ്രേഡ് ഉണ്ട്. A55ൽ 12GB റാം 256GB സ്റ്റോറേജ് കൂടി വരുന്നുണ്ട്. അതൊരു അപ്ഗ്രേഡ് ആണ്. പിന്നെ ആൻഡ്രോയിഡ് 14ലാണ് ഈ 2 ഫോണുകളും വരുന്നത്. One UI 6.1
1 ആണ്. 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കിട്ടുന്നുണ്ട്. രണ്ടിലും സെയിം ആണ്. സോ ആ കാര്യങ്ങളൊന്നും ഒരു ടെൻഷനും വേണ്ട. പിന്നെ OSന്റെ കാര്യം പറയുമ്പോൾ അതിന്റെ ഭാഗത്ത് സാംസങ്ങിന്റേതായ ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുന്നുണ്ട്. അതായത് സാംസങ്ങിന്റെ നോക്സ് വാൾട്ട്, നോക്സ് സെക്യൂരിറ്റി സംവിധാനങ്ങൾ വരുന്നുണ്ട്, സെക്യൂർ ഫോൾഡർ വരുന്നുണ്ട്, ക്വിക്ക് ഷെയർ വരുന്നുണ്ട്, പിന്നെ പ്രൈവറ്റ് ഷെയറിംഗ്, പിന്നെ ഓട്ടോ ബ്ലോക്കർ പോലുള്ള സംവിധാനങ്ങൾ. നമുക്ക് അനാവശ്യമായ ആപ്ലിക്കേഷൻ ഒന്നും നമ്മളറിയാതെ ഇൻസ്റ്റാൾ ആവുന്ന അവസ്ഥ ഉണ്ടാവില്ല. പിന്നെ സാംസങ് വാലറ്റ് പോലുള്ള ഘടകങ്ങൾ, അങ്ങനെ പ്രധാനപ്പെട്ട സാംസങ്ങിന്റേതായ എല്ലാ സംവിധാനങ്ങളും ഈ 2 ഫോണുകളിലും വരുന്നുണ്ട്. ഇനി 2 ഫോണുകളിലും ഡിസ്പ്ലേ ഏറെക്കുറെ തുല്യമായ ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ്. അതായത് 6.6 ഇഞ്ച് വരുന്ന 120 ഹെർട്സിന്റെ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 1000 നിറ്റ്സിന്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡും കാര്യങ്ങളും വരുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. പെർഫോമൻസ് ഒന്നും യാതൊരു ഇഷ്യൂ ഇല്ല, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന ഡുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് ഈ ഫോണുകളിൽ വരുന്നത്. സൗണ്ട് ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. ഇത് A55 ആണ്. ഇപ്പോൾ നമ്മൾ കണ്ടത് A55ന്റെ ക്വാളിറ്റിയാണ്. ഈ സെയിം തന്നെയാണ് A35ലും വരുന്നത്. സോ ആ ഒരു മേഖല തുല്യമാണ് 2 ഫോണിലും. ഇനി ഇതിന്റെ പ്രൈസ് നോക്കിയാൽ A55 8GB RAM 256GB സ്റ്റോറേജ് 39,999 വരുന്നത്. 12GB RAM 256GB സ്റ്റോറേജ് 43,000 രൂപയാണ് വരുന്നത്. 3,000 രൂപയുടെ ബാങ്ക് ക്യാഷ് ബാക്ക് ഒക്കെ ഉണ്ട്. സോ അതൊക്കെ ഓഫർ ആയിട്ട് വരും. A35 ആണെങ്കിൽ 8GB RAM 128GB സ്റ്റോറേജ് 27,999 ആണ്. 8GB RAM 256GB സ്റ്റോറേജ് 30,999 ആണ്. അവിടെയും 3,000 രൂപയുടെ ബാങ്ക് ക്യാഷ് ബാക്ക് ഒക്കെ വരുന്നുണ്ട്. സോ അപ്പോൾ ഇതെല്ലാം ചേർത്തുകൊണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ മൊത്തത്തിൽ ഡിസൈൻ, ഡിസ്പ്ലേ, പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി ഇങ്ങനെ വരുമ്പോൾ മുമ്പത്തെക്കാളൊക്കെ വളരെയധികം അപ്ഗ്രേഡഡ് ആയ നല്ല ഫോണുകളായിട്ട് തോന്നുന്നു. പക്ഷേ കണ്ടതിൽ നിന്നും എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാം. പിന്നെ ഒരു ഐറ്റം കൂടി അവർ അയച്ചു തന്നിട്ടുണ്ട്, ഗാലക്സി ഫിറ്റ് 3. ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതൊരു ഫിറ്റ്നസ് ട്രാക്കർ ആണ്. ഒരു സ്മാർട്ട് വാച്ച് എന്ന രീതിയിൽ കാണരുത്, ഫിറ്റ്നസ് ട്രാക്കർ ആണ്. നമ്മുടെ ഹെൽത്ത് പരമായ കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിന്റെ ലുക്കും കാര്യങ്ങളൊക്കെ 1.6 ഇഞ്ച് വരുന്ന ഒരു AMOLED ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് നമ്മുടെ ഹെൽത്ത് ട്രാക്കിംഗ് പരമായ കാര്യങ്ങളെല്ലാം ചെയ്യാം. സ്ലീപ്പ് ട്രാക്കിംഗ്, അതേപോലെ എക്സസൈസുകൾ, 100-ലധികം എക്സസൈസ് മോഡുകൾ വരുന്നുണ്ട്. സോ അതൊക്കെ ഇതിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ 13 ദിവസത്തെ ഒരു ബാറ്ററി ലൈഫാണ് കമ്പനി ഈ ഒരു ഫിറ്റ്നസ് ട്രാക്കറിൽ അവകാശപ്പെടുന്നത്. പിന്നെ അലുമിനിയം ഫിനിഷും കാര്യങ്ങളൊക്കെയാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു പ്രീമിയം ഫീലൊക്കെ ഉണ്ട്. അതായത് മൊത്തത്തിൽ ഹെൽത്ത് പരമായ കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിറ്റ്നസ് ട്രാക്കർ എന്ന രീതിയിൽ ബ്ലഡ് ഓക്സിജൻ ലെവൽ അടക്കമുള്ള, ഉറങ്ങുമ്പോഴൊക്കെ നമ്മുടെ ബ്ലഡ് ഓക്സിജൻ ലെവൽ എന്താണ് അതൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുള്ളി ഫിറ്റ്നസ് ട്രാക്കറാണ്. ഒരു അഫോർഡബിൾ ആയ ഒരു ഫിറ്റ്നസ് ട്രാക്കർ നിങ്ങൾക്ക് സാംസങ്ങിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരെണ്ണം ചൂസ് ചെയ്യാവുന്നതാണ്. സോ അപ്പോൾ അതാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സോ ഓവറോൾ A55, A35 ഡീസന്റ് ഫോണുകളാണെന്നാണ് എൻ്റെ തോന്നൽ. ഇവരുടെ A സീരീസ് ഫോണുകളുടെ ഒരു രീതി അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. ആ രീതി അറിയാവുന്നവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി തീർച്ചയായിട്ടും കമന്റായിട്ട് ഷെയർ ചെയ്യാം. സോ വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.